ജപ്പാൻ ചിക്കൻ ഒന്ന് പരീക്ഷിച്ചാലോ? കുറച്ച് മുൻപ് ട്രെൻഡിങ് ആയ ഒരു ഐറ്റമാണ്, പക്ഷേ ഇപ്പോഴാണ് നമ്മൾ പരീക്ഷിക്കേണ്ടതെന്ന് മാത്രം. എന്തായാലും ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടി കോൺഫ്ലോർ, മൈദ, ഒരല്പം ഉപ്പ്, കുരുമുളക് പൊടി കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് സൺഫ്ലവർ ഓയിലിൽ വറുത്ത് മാറ്റി വയ്ക്കാം. ഇനി ബട്ടർ മെൽറ്റ് ചെയ്യുക. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ചേർക്കാം. ബട്ടർ മാത്രം എടുത്താൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഇനി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് തിളപ്പിച്ച് ആറി മാറ്റി വെച്ചിട്ടുള്ള പാലാണ് കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് ആവശ്യത്തിനും കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ചേർത്തത് അണ്ടിപ്പരിപ്പ്, അതായത് നട്ട്സ് ഒന്ന് കുതിർത്ത് അരച്ചതാണ് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്ത് അരച്ചതാണ്. ഇനി നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. ഇനി അധികം തിളപ്പിക്കരുത്, നന്നായി കുറുകിപ്പോവും. നമുക്ക് കുറച്ച് ഗ്രേവി വേണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ക്രഷ്ഡ് ചില്ലിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ബാലൻസ് ആവാൻ ഇട്ട് കൊടുക്കുക. നല്ല അടിപൊളി ജപ്പാൻ ചിക്കൻ റെഡി.